ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ലക്കി ബാമ്പൊക്കെ ഇതുപോലെ ഇങ്ങനെ പിടിപ്പിക്കുക. അതായത് ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് ഈ അലങ്കാരത്തിനൊക്കെ വെക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ പിടിപ്പിക്കാം. അപ്പോൾ ഇതിനൊരു മദർ പ്ലാന്റ് നമുക്ക് ആവശ്യമുണ്ട്. മദർ പ്ലാന്റ് നല്ല ടോളായിട്ടുള്ള, അതായത് നല്ല ഹൈറ്റ് വെച്ചിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ഹൈറ്റ് വെച്ചിട്ടുള്ള പ്ലാന്റിൽ നിന്ന് നമുക്ക് വലിയ കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ കുറേ പോർഷനാക്കി, അതായത് കുറേ സെക്ഷനാക്കി നമുക്കത് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കാൻ സാധിക്കും. അപ്പം ഒരു 2 കഷ്ണം അതിൻ്റെ അകത്ത് നിർത്തുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് ഏകദേശം ഒരു 10-12 പീസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ലീഫ് എല്ലാം ഒന്ന് വേർപെടുത്തി എടുക്കണം. ഇലകളെല്ലാം ഒന്ന് കത്രിക വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇലകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഓരോരോ സെക്ഷൻ, ഓരോരോ പീസുകളാക്കി നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇലകൾ കട്ട് ചെയ്ത് തന്നെ മാറ്റുമല്ല, വലിച്ച് പറിച്ചൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മിനൊക്കെ അത് കേടാവും. അപ്പോൾ കറക്റ്റ് കട്ട് ചെയ്ത് തന്നെ മാറ്റുക. അത് പിന്നീട് അത് ഉണങ്ങി പോയിക്കോളും. ഇലകളെല്ലാം ലാസ്റ്റ് അതിൻ്റെ സ്റ്റെമ്മ് മാത്രമേ ആവും. അപ്പോൾ നമുക്കിതിൻ്റെ അറ്റം ഭാഗം, അതായത് ടോപ്പ് ആ ഇലേൻ്റെ കൂമ്പ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അത് മാറ്റി വേറെ കമ്പ് കുത്തി വെച്ചാൽ അത് പിടിച്ചോളും. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. കൂമ്പ് ഭാഗം വേര് വരാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അത് കാരണം നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനി അടുത്തതായിട്ട് ഇതിനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു 3 ഇഞ്ച് വലിപ്പം വരുന്ന രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. അതായത് അതിൻ്റെ അകത്ത് ഓരോ സെക്ഷൻ, അതായത് ആ വരുന്ന ഓരോരോ കഷ്ണങ്ങൾ, അതിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു വര പോലത്തെ ഒരു ഭാഗം വരും റൗണ്ടിൽ. അതൊരു 3 എണ്ണം വരുന്ന രീതിക്ക് നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ വര വരുന്ന ആ ഭാഗത്ത് കട്ട് ചെയ്യരുത്. അതിന് കുറച്ച് ഇറക്കിയോ അല്ലെങ്കിൽ കയറ്റിയോ അങ്ങനെ കട്ട് ചെയ്യുക. അതായത് ആ ഭാഗത്തു നിന്നായിരിക്കും ഇതിൻ്റെ ഇളപ്പ്, അതായത് പുതിയ കൂമ്പുകൾ വരുന്നത്. മൂർച്ചയുള്ള നല്ല കത്തികൾ യൂസ് ചെയ്ത് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ നേരം ഇതിങ്ങനെ ചതഞ്ഞു പോയി കഴിഞ്ഞാൽ കൂമ്പുകളൊന്നും വരില്ല. അത് പിന്നെ പ്ലാന്റ് ആ സ്റ്റെമ്മ് ഫുള്ള് ഡാമേജ് ആയി പോകും. ഏകദേശം എല്ലാം ഒരേ ഹൈറ്റിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലേ അത് അവസാനം വെക്കുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാം ഒരേ ഹൈറ്റിലായാലും നമുക്ക് ഒരേ ഹൈറ്റിൽ എല്ലാം കൂമ്പ് വളർന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അലങ്കരിക്കാനൊക്കെ ഭംഗി ഉണ്ടാകുന്ന അപ്പോഴായിരിക്കും. അപ്പോൾ എല്ലാം ഒരേ ഹൈറ്റിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ചെറിയ കഷ്ണത്തിൽ നിന്ന് ഇങ്ങനെ കൂമ്പ് വരുന്നത്, ഒരു ബഞ്ച് പോലെ, ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡിട്ടോ കെട്ടിയൊക്കെ വെച്ച് നമുക്ക് വാങ്ങുന്നത്. അപ്പോൾ ഓർത്താണ് ഇതെങ്ങനെ പിടിപ്പിക്കുക, ഇത് ഭയങ്കര പാടായിരിക്കുമല്ലോ എന്നൊക്കെ. പക്ഷെ ഇത് എളുപ്പമാണ്. കുറച്ച് ടൈം എടുക്കുമെന്നുള്ളൂ. ഒരു മാസമൊക്കെ എടുക്കും ഇതൊന്ന് പുതിയ ഇളപ്പൊക്കെ വന്ന് വലുതായി കിട്ടാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഇത് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വാക്സ്, അതായത് മെഴുക് ഇച്ചിരി ഉരുക്കി വെള്ളം പോലെ ആക്കി എടുക്കുക. എന്നിട്ട് അതിൽ ഇതിൻ്റെ ടോപ്പ് എഡ്ജ്, അതായത് മുകൾ വശം, വേര് വരുന്നതല്ല, കൂമ്പ് ഭാഗത്തായിട്ടുള്ള മുകളിൽ നിൽക്കുന്ന ആ വശം ഒന്ന് അതിൽ മുക്കിയെടുക്കണം. മെഴുകിലൊന്ന് മുക്കിയെടുക്കണം. അത് വേറെ ഒന്നുമല്ല, തണ്ട് ചീയാനും, അതായത് അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. അത് തണ്ടിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതുപോലെ ഉണങ്ങി വരും. മുകളിൽ നിന്ന് ചീഞ്ഞിട്ട് ഉള്ളിൽ പൊള്ളയായിരിക്കും. ഉള്ളു ഉണങ്ങി താഴത്തോട്ട് ഇത് ബാധിക്കും. അപ്പോൾ മുകളിൽ നിന്നൊന്നും വരാതെ അടിയിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ പുതിയ ഇളപ്പുകളൊക്കെ അടിയിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. മുകളിൽ നിന്ന് ഇങ്ങനെ മൊത്തം ഒരു ഫംഗസ് പോലെ പിടിച്ചിട്ട് അടിയിലോട്ട് അത് ഇറങ്ങി ആ സ്റ്റെം മൊത്തം ഡാമേജ് ആയി പോകും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെഴുക് മുക്കിയെടുക്കുന്നത്. പിന്നെ സൈഡ് ഗ്രോത്ത് ഒക്കെ പെട്ടെന്ന് കൂടും. എളുപ്പം തന്നെ സൈഡിൽ നിന്നൊക്കെ പുതിയ ഇളപ്പുകളൊക്കെ വരും. അപ്പോൾ മെഴുകിലെല്ലാവരും മുക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെമ്മ് കൂടുതലും നശിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്തതിൽ വാക്സ് ഉപയോഗിക്കാതെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് 2-3 ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി അതൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെള്ളത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഇനി ഒരു മാസം 1.5 മാസമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ബൾജ് ചെയ്ത് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ കൂമ്പ് പൊട്ടിമുളച്ച് വരും. ഭയങ്കര സ്ലോ ആയിരിക്കും.
എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അതേപോലെ വലുതായി ഇങ്ങനെ വരും. അപ്പോൾ എല്ലാവരും നല്ല വെയിലത്ത് വെക്കാതെ സൂക്ഷിക്കണം. ഒരു ഇത്തിരി തണൽ, അതായത് പാർഷ്യലായിട്ട് വെയിൽ കിട്ടുന്ന രീതിക്ക് വെക്കാം. പിന്നെ ലൈറ്റ് കിട്ടുന്നതനുസരിച്ച്, ലൈറ്റ് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് മുകളിൽ നിന്ന് കിട്ടുന്ന രീതിക്കാണെങ്കിൽ കറക്റ്റ് മുകളിലോട്ട് ഇത് വരും. നമ്മൾ സൈഡ് ചരിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞൊക്കെ പുതിയ കൂമ്പ് വരുന്നത് ചരിഞ്ഞ് സൈഡിലോട്ടൊക്കെ നീങ്ങി വരും. ലൈറ്റിനനുസരിച്ചുള്ള ഗ്രോത്ത്, ഇത് ലൈറ്റ് ഉപയോഗിച്ച് വളച്ചെടുക്കാൻ പറ്റിയ പ്ലാന്റാണ്. അതായത് ലൈറ്റിനനുസരിച്ച് ഇത് ഇഷ്ടമുള്ള രീതിക്ക് ഇനി വളയാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇനി ഗ്രോത്തൊക്കെ കൂമ്പൊക്കെ ഫുള്ള് സെറ്റായി കഴിയുമ്പോൾ ഇത് നമുക്ക് ഒരു പ്രത്യേക രീതിക്കാണ് വെച്ച് അലങ്കരിക്കേണ്ടത്. അതായത് 2 ലെയറോ 3 ലെയറോ അങ്ങനെ. ഇപ്പോൾ ഉള്ളിലൊരു 3-4 വെച്ചിട്ട് പുറമേ ഒരു ഇത്തിരി താഴ്ത്തി വെക്കാം, അങ്ങനെ അലങ്കരിക്കാം. എന്നിട്ട് നമുക്കൊരു ചില്ലിൻ്റെ എന്തിനെങ്കിലും ഒരു കണ്ടെയ്നറിൽ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ തന്നെ പല ലെയറായിട്ട് നമുക്ക് കിട്ടും. 3 ലെയറിൻ്റെ കിട്ടും, 4 ലെയർ, അങ്ങനെ പല തട്ടായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാൻ നമുക്ക് വാങ്ങാൻ കിട്ടും കടകളിലൊക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒരുമാതിരിപ്പെട്ട പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇനി വെള്ളം വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതായത് ആദ്യം നമ്മൾ വേര് വരുന്നതിന് മുമ്പൊക്കെ വെള്ളം വെക്കുമ്പോൾ ആഴ്ചയിൽ വെള്ളം മാറാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഇനിയും നല്ല വീഡിയോകൾക്കായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.